ഇത് ചെയ്തിരുന്നോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ? മൂന്നും കൂടെ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ABC എന്ന് ഉദ്ദേശിച്ചത് എന്താ? ബിഫോർ ട്രയൽ ബാലൻസ്, അടുത്തതാ ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ബിഫോർ ഫൈനൽ അക്കൗണ്ട്, പിന്നെ അതാ ലാസ്റ്റ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരുമിച്ച് ചെയ്യാം. ഒരു പണിയാ, ഒരു 3 കോളം വരയ്ക്കാം, ഒരുമിച്ച് തന്നെ ആവട്ടെ. നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഇൻട്രൊഡക്ഷനിൽ ഞാൻ വരച്ചെന്ന പോലെ. വേഗമാവട്ടെ. 3 പർട്ടിക്കുലർ കോളം വേണ്ട കേട്ടോ, അവിടുത്തെ പോലെ. ഫസ്റ്റ് എന്താണ്? ബിഫോർ ട്രയൽ ബാലൻസ്. അടുത്തത് ആഫ്റ്റർ ട്രയൽ ബാലൻസ്. അതിൽ പ്രത്യേകം പറയണം ബിഫോർ ഏതായിരിക്കും? ഫൈനൽ അക്കൗണ്ട്. അത് ആഫ്റ്റർ ട്രയൽ ബാലൻസ് എന്ന് മാത്രം തന്നാലും നമ്മൾ മനസ്സിലാക്കണം അത് ഏതായിരിക്കും മക്കളെ? ബിഫോർ ഫൈനൽ അക്കൗണ്ട്. അടുത്ത ലാസ്റ്റ് ആഫ്റ്റർ ഏതാണ്? ഫൈനൽ അക്കൗണ്ട്സ്. ഒരു പണിയുണ്ട, ഞാൻ ഇതൊന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് എന്നിട്ട് നിങ്ങൾക്ക് സമയം തന്നാൽ പോരെ, ഒന്ന് പെട്ടെന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ സാധനം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക ഗ്യാപ്പിൽ. പറയട്ടെ. ഫസ്റ്റ് ആയിട്ട് ഏതാ? സിമ്പിൾ സാധനം. ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ, ഒന്ന് വായിച്ചാൽ എന്താ? റെക്ടിഫൈ ദ ഫോളോയിങ് എറർ അസ്യൂമിങ് ദാറ്റ് എറർ വെർ ഡിറ്റക്റ്റഡ് എ, കണ്ട, ബി, പിന്നെ ഏതാ? സി. ഫസ്റ്റ് ആയിട്ട് ഏതാ? പർച്ചേസ് ചെയ്ത് പ്ലാൻ 1 ലക്ഷം റോങ്ലി പാസ്ഡ് ത്രൂ ദ പർച്ചേസ് അക്കൗണ്ട്. മക്കളത് ഏത് എററാന്ന് മനസ്സിലാക്കുക? ഡബിൾ സൈഡർ എററാന്ന് മനസ്സിലാക്കുക അല്ലേ? പിന്നെ എറർ ഓഫ് ഏതാണ്? പ്രിൻസിപ്പിളാണ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്തു 1 ലക്ഷം, എന്നിട്ട് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതി. അപ്പോൾ കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫൈങ് എൻട്രി അല്ലേ? കറക്റ്റ് എൻട്രി എന്താ? പറഞ്ഞാൽ മതി. നിങ്ങൾ എഴുതണ്ട, ഞാൻ എഴുതാന്നല്ലേ പറഞ്ഞ്, ശ്രദ്ധിക്കൂ. എൻട്രി എന്താ? കറക്റ്റ് പ്ലാന്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഒരു കറക്റ്റ് തെറ്റായി എന്തെഴുതി? പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. റെക്ടിഫൈ എന്ന എൻട്രി എന്താ? പ്ലാന്റ് അക്കൗണ്ട് അപ് ടു പർച്ചേസ്. എഴുതട്ടെ, നോക്ക്, പറഞ്ഞാൽ മതി. പ്ലാന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? പർച്ചേസ്. എമൗണ്ട് എത്രയാണ്? 1 lakh തന്നെയാണ്. ഇവിടെ എന്ത് തന്നെയാണ്? സെയിം. ഇവിടെ എന്ത് തന്നെയാണ്? സെയിം. സംശയം ഉണ്ടോ? സെയിം ആണോ? അല്ല. ഓക്കെ അല്ലേ? ഇവിടെ പ്രശ്നമുണ്ട്. ഏതാ? ഇവിടെ പ്ലാന്റ് ഓക്കെ, പക്ഷേ പർച്ചേസ് നോമിനലാ. നോമിനലിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ നമ്പർ 2 അടുത്ത് വായിക്കെന്താ? സെയിൽസ് ഡേ ബുക്ക് വാസ് ക്യാഷ് ഷോർട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ. ക്യാഷ് ഷോർട്ട് പറഞ്ഞാൽ എന്താ? അണ്ടർ കാസ്റ്റ് എഴുതാം. അണ്ടർ കാസ്റ്റ് എഴുതി വെക്കാൻ. അണ്ടർ കാസ്റ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെയിൽസ് ബുക്കല്ലേ? സെയിൽസ് ബുക്കിന് എന്താ ഉള്ളത്? അണ്ടർ കാസ്റ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ബുക്കിന് ഏതാ ബാലൻസ്? നോർമലി ക്രെഡിറ്റ് അല്ലേ? അപ്പോൾ ഒരു ക്രെഡിറ്റ് കൊടുത്താൽ പോരെ. അപ്പോൾ എന്തെഴുതണം? സെയിൽസ് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു സെയിൽസ് ബുക്കാണെങ്കിലും അത് എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും? സെയിൽസ് അക്കൗണ്ടിൽ. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ? ക്രെഡിറ്റഡ് ആസ് എന്ത് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്താൽ മതി? ആസ് വർത്ത് 2 ആണോ ബൈ ആണോ? ക്രെഡിറ്റ് അല്ലേ? ബൈ ആണോ 2 ആണോ? ബൈ അല്ലേ? ബൈ എന്ന് പറഞ്ഞാലേ ക്രെഡിറ്റ് ആവുള്ളൂ സെയിൽസിൽ. ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്താ സിറ്റുവേഷൻ? ഷോർട്ട് അണ്ടർ കാസ്റ്റ് അല്ലേ? അണ്ടർ കാസ്റ്റ് റുപ്പീസ് എത്രയാണ്? 10,000. ഓക്കെ അല്ലേ? മറ്റടുത്ത് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞേ? സെയിൽസ് അക്കൗണ്ടിനെ. അപ്പോൾ 2 എന്തെഴുതണം? സെയിൽസ് അക്കൗണ്ട്. ഡെബിറ്റ് ആരവും വരുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും? സസ്പെൻസ് അക്കൗണ്ട്. എമൗണ്ട് എത്ര വരുന്നു? 1000. കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ എൻട്രി എന്താവും? സസ്പെൻസ് അങ്ങനെ തന്നെ തുടരും. ഓക്കെ, പക്ഷെ ആര് മാറും? സെയിൽസ് മാറും. പകരം ആരാവും? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആവും. നോമിനിലെ ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. മൂന്നാമത്തെ സിറ്റുവേഷൻ ഏതാ? 10,000. ഓക്കെ, 10,000 തെറ്റിപ്പോയതാ. അടുത്തേതാ? മൂന്നാമത്തെ ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ ആരാ? എക്സ് ഫോർ എത്ര? 1000 വാസ് പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് എത്രയാണ്? 100 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശരിക്കും എന്താ? അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ശരിക്കും എത്ര രൂപ ഉള്ളത്?
1000 ഉള്ളത് അത് ഈ അക്കൗണ്ടിൽ എത്ര എഴുതി? 100 എഴുതി. അപ്പോൾ സിംഗിൾ സൈഡ് എററാണിത് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സെയിൽസ് എക്സിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി? എക്സ് അക്കൗണ്ട് ഇനി ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണം? ക്യാഷ് പെയ്ഡ് ടു എക്സ് ആണെങ്കിൽ ഇതിൻ്റെ എൻട്രി എന്താ ശരിക്കും? എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ക്യാഷ്. എന്നിട്ട് എമൗണ്ട് എഴുതുമ്പോൾ 1000 വഴി ജേണലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയുള്ളത്. പക്ഷേ എക്സിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് എത്രയേ ഉള്ളൂ? 100 ഉള്ളൂ അല്ലേ? ഇനി 900 കൂടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് വേണം. അപ്പോൾ എക്സ് അക്കൗണ്ട് ഷുഡ് ബി എന്ത് ചെയ്യണം? ഡെബിറ്റഡ് പറഞ്ഞാൽ ഡെബിറ്റഡ് ആസ് ടു എന്നല്ലേ? ഡെബിറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? ഒരു റോങ് എമൗണ്ട് അല്ലേ? റോങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര കൂടെ എഴുതിയാൽ മതി? 900. ക്ലിയർ അല്ലേ? ഇനി എക്സിനെ ഇവിടുത്തെ എൻട്രി എന്താ എഴുതാം? ആ എക്സിനെ ഡെബിറ്റ് ചെയ്തോ 900 ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ. ടു ആര് വരും? സസ്പെൻസ് വരും. ഇവിടുത്തെ എൻട്രി എന്താ? സെയിം. സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? എക്സ് എന്താണ്? എക്സ് ആരാ? നമ്മുടെ പൈസ കൊടുക്കണമെങ്കിൽ ക്രെഡിറ്റർ അല്ലേ? ലയബിലിറ്റി അല്ലേ? ലയബിലിറ്റി അസറ്റിന് മാറ്റം വരില്ലേ? ഏതിനെ മാറ്റം വരുള്ളൂ? എക്സ്പെൻസിനും ഇൻകംസും. അപ്പോൾ എൻട്രി എന്താ വരിക? എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അല്ലേ? എമൗണ്ട് എത്ര? 900. മാറ്റമൊന്നുമില്ല. ദെൻ 4ാമത്തെ എന്താ? പർച്ചേസ് ഗുഡ്സ് ഫ്രം ടി 3500 വാസ് എൻറ്റേഡ് ഇൻ പർച്ചേസ് ഡേ ബുക്ക് എത്ര? 500. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി 3500 പകരം എത്ര എഴുതിയുള്ളൂ? 500. അപ്പോൾ എത്രയുടെ കുറവുണ്ട്? 3000 കുറവുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്? ഡെബിറ്റിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രെഡിറ്റിലും ഉണ്ടാക്കിയിട്ടുണ്ട്. സംശയം ഉണ്ടോ? പർച്ചേസിൻ്റെ എൻട്രി എഴുതുമ്പോഴേ പ്രശ്നമുണ്ട്. പക്ഷേ എൻട്രി ആയിട്ടല്ല എഴുതിയിട്ടുള്ളത്. പർച്ചേസ് ഡേ ബുക്കിൽ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. പർച്ചേസ് ഡേ ബുക്കിൽ എഴുതിയാലും ഏത് എൻട്രിയുടെ ഇമ്പാക്റ്റാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ടി. എമൗണ്ട് എത്ര എഴുതിയിട്ടുള്ളൂ? 500. അപ്പോൾ ഇനി 3000 എന്ത് ചെയ്യണം? വരണം. അപ്പോൾ എൻട്രി എന്താ? ഡബിൾ സൈഡറാണോ സിംഗിൾ സൈഡറാണോ? ഡബിൾ സൈഡ്. അപ്പോൾ എൻട്രി എന്താ ചെയ്താൽ മതി? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ടി. ഓക്കെ അല്ലേ? എത്ര എമൗണ്ട്? 3000. ഇനി കുറവുള്ളത് ചെയ്താൽ പോരെ? അടുത്തതിൻ്റെ എൻട്രി എന്ത് തന്നെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ടി അക്കൗണ്ട്. എത്ര എമൗണ്ട് വരാം? 3000. അടുത്ത് പർച്ചേസിനെ റീപ്ലേസ് ചെയ്തിട്ട് P&L എന്തെഴുതണം? അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ടി. ഒരിക്കലും ഈ മൂന്നും ഒരുമിച്ച് സംഭവിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് അത് 5. സാലറി 3000 റോങ്ലി പാസ്ഡ് ത്രൂ ഏതാണ്? വേജസ് അക്കൗണ്ട്. ഞാൻ നേരത്തെ അത് ഓൾറെഡി കവർ ചെയ്താണ്. സാലറിയാണ് പേയ്മെൻറ്റ് നടത്തിയുള്ളത്. കറക്റ്റ് എൻട്രി സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. തെറ്റായി എഴുതിയത് വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? വേജ്. ഇവിടെയും സെയിം എൻട്രി തന്നെ അല്ലേ? ഇവിടെ എത്തുമ്പോൾ സാലറിനെയും വേജസും ഏതാ? P&L. അപ്പോൾ എൻട്രി എന്താ? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അഡ്ജസ്റ്റ്മെൻറ്റ്. സിമ്പിൾ അല്ലേ?